കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി M.M. വർഗീസ് ഇഡിക്ക് മുൻപിൽ ഹാജരായി. കൗൺസിലർ P.K. ഷാജനും ചോദ്യം ചെയ്യലിനെത്തി. CPMന് ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ലെന്ന് M.M. വർഗീസ് പ്രതികരിച്ചു. നമുക്ക് ഒരു അക്കൗണ്ട് മറച്ചു വെക്കാനില്ല. പിന്നെ വന്നിരുന്നില്ലേ, അഞ്ചാമത്തെ ദിവസമായിരുന്നു. പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അവരെന്താ ചോദിക്കുന്നത് വെച്ചാൽ അതിന് ഉത്തരം പറയും കേട്ടാ. ലെബി സജീന്ദ്ര വിശദാംശങ്ങളുമായി. ലെബി, തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ സമയം ചോദിച്ചിരുന്നു, പറ്റില്ല എന്ന് ED പറഞ്ഞു. സമൻസ് അനുസരിച്ച് ഈ ആഴ്ച തന്നെ ഹാജരാകണമെന്ന് പറഞ്ഞു. M.M. വർഗീസ് ഇന്ന് ഹാജരായിട്ടുണ്ട്. M.M. വർഗീസ് പ്രാഥമികമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ P.K. ബിജു ഹാജരായിരുന്നു. P.K. ബിജുവിനോട് എന്തൊക്കെയാണ് ചോദിച്ചത്, എന്തൊക്കെയാണ് ഫർദറായി M.M. വർഗീസ് എന്ന ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കാനുള്ളത്? നമുക്കറിയാവുന്നതുപോലെ ലെബി 5 അക്കൗണ്ടുകൾ കൂടി CPMനുണ്ട്. രഹസ്യ അക്കൗണ്ടുകൾ എന്ന നിലയിലാണ് ED അതിനെ കാണുന്നത്. അതിന് മുഖ്യമന്ത്രി അടക്കം M.V. ഗോവിന്ദ മാസ്റ്റർ അടക്കം മറുപടി പറയുകയും ചെയ്തിരിക്കുന്നു. ഇനി M.M. വർഗീസിന് എന്താണ് പറയാനുണ്ടാവുക? നികേഷ്, EDയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ M.M. വർഗീസ് ED ഓഫീസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത്. നമുക്കറിയാം, ED ഇതിനു മുമ്പ് 4 തവണ M.M. വർഗീസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ്. 5ാം തവണ കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി നോട്ടീസ് നൽകി. അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. അപ്പോൾ M.M. വർഗീസ് നൽകിയിരുന്ന മറുപടി, തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മാസം 26 വരെ ഹാജരാകാനാകില്ല, അതിനുശേഷം ഒരു ദിവസം ഹാജരാകാൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ആ മറുപടി കിട്ടിയ സമയത്ത് തന്നെ അടുത്ത സമൻസ് അയക്കുകയായിരുന്നു. ഏറ്റവും പെട്ടെന്ന് ഹാജരാകാനുള്ള തീയതിയാണ് ഇന്ന് നൽകിയത്. ഇന്ന് രാവിലെ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. രാവിലെ 10 മണിക്ക് എത്തണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഏതായാലും രാവിലെ തന്നെ M.M. വർഗീസും ഒപ്പം തന്നെ കൗൺസിലർ P.K. ഷാജനും ഇങ്ങോട്ടെത്തി. ഇതിൽ P.K. ഷാജനാണ് P.K. ബിജുവിനൊപ്പം CPM നിയോഗിച്ച അന്വേഷണ സമിതിയിൽ ഉണ്ടായിരുന്നത്. P.K. ബിജുവിനോട് ഇന്നലെ സതീഷ് കുമാറുമായുള്ള പണമിടപാട് സംബന്ധിച്ചാണ് ED മൊഴി രേഖപ്പെടുത്തിയത്. ED ചോദ്യം ചെയ്തത് 8 മണിക്കൂറോളമാണ് P.K. ബിജുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ചോദ്യം ചെയ്തത്. അതിൽ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ P.K. ബിജു തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. P.K. ബിജുവിന് ആദ്യമാണ് ED നോട്ടീസ് നൽകിയത്. എന്നാൽ M.M. വർഗീസിന് ഇത് 6ാം തവണയാണ് നോട്ടീസ് നൽകിയത്. 4 തവണ ഹാജരായിട്ടുമുണ്ട്. M.M. വർഗീസ് ചോദിച്ച സാവകാശം ED കൊടുത്തിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഈ അന്വേഷണം കടുപ്പിക്കുന്നു എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. P.K. ഷാജന്റെ കാര്യമാണെങ്കിൽ P.K. ഷാജൻ ഇതിൽ P.K. ബിജുവിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. അതിന് സാവകാശം തേടിയില്ല, നേരെ തന്നെ EDക്ക് മുന്നിൽ ഹാജരാകാൻ എത്തുകയായിരുന്നു. P.K. ബിജുവിന്റെ കാര്യത്തിൽ ഇതിലെ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി നേരിട്ട് ബന്ധമുണ്ട്, പണമിടപാട് നടത്തി എന്നുള്ള രീതിയിൽ നേരത്തെ അറസ്റ്റിലായിട്ടുള്ള ജിൻസും അതുപോലെ തന്നെ PR അരവിന്ദാക്ഷനും മൊഴി EDക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട റിപ്പോർട്ട് ED കോടതിയിൽ നൽകിയപ്പോൾ അതിൽ പേര് വയ്ക്കാതെ തന്നെ ഒരു മുൻ CPM MPക്ക് ഇതിൽ പണമിടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അന്ന് കോടതിയിൽ ED റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേ തുടർന്നാണ് പിന്നെ P.K. ബിജുവിന്റെ പേര് കടന്നു വന്നതും ഇപ്പോൾ ഇന്നലെ വിളിച്ച് ED ചോദ്യം ചെയ്തതും. M.M. വർഗീസ് ഏതായാലും 5ാം തവണ നോട്ടീസ് നൽകി വരുത്തിയിരിക്കുന്നു. ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ED M.M. വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.